അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ച കേസിൽ പോലീസ് കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യന്റെ മൊഴി രേഖപ്പെടുത്തും. എൻ സുബ്രഹ്മണ്യനോടൊപ്പം വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, നമുക്ക് സുബ്രഹ്മണ്യനോട് ചോദിക്കാൻ രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം ആ ചിത്രം പങ്കുവെച്ചത് അബദ്ധത്തിലാണോ, മറ്റാരെങ്കിലും അയച്ചു കൊടുത്ത ചിത്രമാണോ അത് പങ്കുവെച്ചത്? അതിൽ അദ്ദേഹം ഇപ്പോൾ ഖേദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ പോലീസിന് മുമ്പിൽ വീണ്ടും ഹാജരാവാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൽ താങ്കൾ ഡിലീറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അതിൻ്റെ ഒരു ആധികാരികത പരിശോധിച്ച് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫോട്ടോയും കിട്ടിയത് സോഷ്യൽ മീഡിയയിൽ. സാധാരണ രീതിയിൽ നമ്മളത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഫാക്ട് ഫൈൻഡ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ ഒരു എഡിറ്റർ ഉണ്ട്. പുള്ളി ഇങ്ങനെ ഒരു പടം ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞാനത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. കൊടുക്കാൻ പറഞ്ഞു. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ മണിക്കൂർ, 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് നോക്കുന്നത്. ഞാൻ യാത്രയിലായിരുന്നു. അപ്പം ചിലപ്പോൾ റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതങ്ങ് ഒഴിവാക്കി മറ്റേ നിലനിർത്താൻ പറഞ്ഞു. അങ്ങനെയാണ് നടത്തിയത്. എല്ലാം ഒന്ന് വ്യാജമാണെന്ന് താങ്കൾക്ക് നേരത്തെ വ്യാജമല്ല, ഒരു സതുദ്ദേശപരമായി പല ആളുകളും അത് വേണ്ട, എൻ്റെ വാളിൽ ആ പടം വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. അല്ലാതെ വ്യാജമാണെന്ന് തോന്നിയിട്ടല്ല. അതും ഒറിജിനൽ പടമാണ്. ഒരേ സ്ഥലത്തുനിന്ന് കിട്ടിയാണ് ഈ പടങ്ങളൊക്കെ. ഈ കാര്യം വളരെ വ്യക്തമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ആ മുഴുവൻ വീഡിയോ ഇല്ലല്ലോ. അത് മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ള വീഡിയോ അല്ലേ ഇപ്പോൾ പുറത്തു വിട്ടത്. ആ വീഡിയോ മുഴുവൻ പുറത്തു വിടട്ടെ. അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് AI നിർമ്മിതമാണ്, വ്യാജമാണ് എന്ന് ഗോവിന്ദമാഷ് പറഞ്ഞ ഉടനെയാണ് കേസെടുക്കുന്നത്. അപ്പോൾ ഇതൊരു നിർദ്ദേശപ്രകാരം എടുത്ത കേസാണെന്ന് തോന്നുന്നു, രാഷ്ട്രീയപ്രേരിതമായ. ഉറപ്പല്ലേ? ഇപ്പം ഗവൺമെന്റിന് വേണ്ടി വേട്ടപ്പട്ടികളെ പോലെയല്ലേ ഇപ്പോൾ പോലീസ് പെരുമാറുന്നത്. ഇപ്പോൾ ബെയിലബിളായ ഒരു കേസിൽ എന്തിനാ രാവിലെ എന്നെ ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം, കസ്റ്റഡിയിലെടുക്കുന്നത്? ഏതാണ്ട് പ്രാതൽ കഴിക്കാൻ സമ്മതിക്കാതെ, മരുന്ന് കഴിക്കാൻ സമ്മതിക്കാതെ. അതിൻ്റെ ആവശ്യം എന്താണ്? ബെയിലബിളല്ല ഒഫൻസ്. FIR ബെയിലബിളാണല്ലോ. അപ്പോൾ FIR ബെയിലബിളായിട്ടും എല്ലാ നടപടിക്രമങ്ങളും നിയമവിരുദ്ധമായ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. എന്തിനാണ് എൻ്റെ ഫോണ് കസ്റ്റഡിയിലെടുക്കുന്നത്? എൻ്റെ IT ആക്ട് പ്രകാരം എനിക്കെതിരെ കേസില്ലല്ലോ. ഉണ്ടോ? IT ആക്ട് പ്രകാരം കേസുണ്ടെങ്കിൽ താങ്കളുടെ ഫോണിൽ നിന്നാണോ ഇത് വ്യാജമാണോ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയണമെങ്കിൽ ആ ഫോൺ ഡിവൈസ് ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ്. ഇത് വേണ്ടേ? ആ കേസിൽ കലാപാഹവനല്ലേ. കലാപാഹവനത്തിന് കേസെടുക്കുമ്പോൾ എന്തിനാണ് ഫോണ്? IT ആക്ട് പ്രകാരം കേസെടുത്താൽ ശരിയാണ്. കലാപാഹനത്തിനാണ് കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ VD സതീശനുമായിട്ടും രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിച്ചു. ആ പാർട്ടി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്? അല്ല, എന്നോട് ഹാജരാകാനാ പറഞ്ഞു. ഇന്ന് പോലീസിന് മുമ്പിൽ മൊഴി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എൻ്റെ വക്കീലായിട്ട് ആലോചിച്ച് നിയമപരമായ മറ്റു ഇപ്പോഴും അദ്ദേഹം പങ്കുവച്ച ആ ചിത്രം വിവാദ ചിത്രത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്ന പോലീസിനെ തുറന്ന്, അതായത് ഇപ്പോൾ ഡോക്ടർ അരുൺ ചോദിക്കുന്നത്, ആ ഒരു ചിത്രം വിവാദമായല്ലോ. താങ്കൾ മുഖ്യമന്ത്രിയോട് ചേർന്ന് നിൽക്കുന്നു, മുഖ്യമന്ത്രി എന്തോ സംസാരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ ചിരിക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഒറിജിനലാണ് എന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? 100%. ആ ഫോട്ടോയും ഈ വന്ന എല്ലാ ഫോട്ടോകളും ഒരേ വീഡിയോ എടുത്ത ഫോട്ടോകളാണ്. എല്ലാം ഒറിജിനലാണ്. വീഡിയോന്റെ സ്ക്രീൻഷോട്ട്സ് ആണ്. അതാണ്. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ഇദ്ദേഹം ഇന്ന് എൻ സുബ്രഹ്മണ്യൻ ഇന്ന് മൊഴി നൽകും. അത് മാത്രമല്ല, ആ ഫോട്ടോകൾ അത് വ്യാജമാണ് എന്ന ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയും അത് ഒറിജിനലാണ് എന്ന് തന്നെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. അദ്ദേഹം അത് വ്യാജമല്ലെങ്കിൽ അത് തിരിച്ചു വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്ന് കൂടി ഒന്ന് ചോദിക്കൂ, അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ. സ്വാഭാവികമായിട്ട് അന്ന് ഡിലീറ്റ് ചെയ്ത ഫോട്ടോ, ഡോക്ടർ അരുൺ ചോദിക്കുന്നു, അന്ന് ഡിലീറ്റ് ചെയ്ത ഫോട്ടോ ഒറിജിനലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതിന് തെറ്റില്ലല്ലോ? തെറ്റില്ല, അത് ആലോചിക്കാവുന്നതാണ്. വീണ്ടും പോസ്റ്റ് അല്ല, ഞാനതിന് ഒരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. ഒന്നിച്ച് പറയാൻ കരുതിയിട്ടാണ്. ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളും PRD റെക്കോർഡ് ചെയ്യല്ലോ. ഞാൻ PRDയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി കൊടുത്തിട്ട് ഈ വീഡിയോ വാങ്ങും. ആ വീഡിയോ പുറത്തെടുക്കും. ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു രംഗമുണ്ടോ എന്ന് നോക്കാം, നമ്മൾ പരിശോധിക്കാം, കാണിച്ചു തരാം. അതല്ല ഇതിനേക്കാൾ നല്ലത്. ഇപ്പോഴും ആ വീഡിയോയിൽ അങ്ങനെ രംഗമില്ലെങ്കിൽ തിരിച്ചു പറയാലോ. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും പിന്നെ വീഡിയോയും സ്റ്റിൽസും ഒക്കെ PRD സൂക്ഷിക്കും. ഉറപ്പല്ലേ? ഇന്ന് തന്നെ PRDക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുക്കുക, ഈ വീഡിയോ തരണം എന്ന് പറഞ്ഞു. അല്ല, ഈ ആ സമയത്തുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് VS രഞ്ജിത്ത്. അതിൽ പക്ഷെ ഇങ്ങനൊരു രംഗമില്ല നടന്നു പോകുന്ന സമയത്ത്. ഓക്കെ, അല്ല, ഇപ്പൊ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് അല്ലെ? ഇപ്പൊ വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുത്ത ഫോട്ടോകളാണ്. അത് വേണം പരിശോധിച്ചാൽ മനസ്സിലാവും. പൂർണ്ണമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നല്ല? അല്ല, ആ വീഡിയോ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ള
ഒരു വേഷം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. വീഡിയോ പുറത്തില്ലല്ലോ. മുഖ്യമന്ത്രി വന്നിറങ്ങുന്നില്ല, അദ്ദേഹം അവിടെ സറൗണ്ടിങ് ആരോട് സംസാരിക്കുന്നുണ്ട്, ആര് സ്വാഗതം പറയുന്നുണ്ട്, വന്ന ഉടനെ താക്കോൽ കൊടുക്കുകയാണോ, ആരാണ് സ്വീകരിക്കുന്നത്, ഇതൊന്നും അതിൽ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ കാണട്ടെ. അതാണ് ഡോക്ടർ അരുൺ. അതായത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തു വിട്ടിട്ടുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടപ്പെട്ടതാണ്. അതല്ലാതെ ആ പരിപാടിയിലേക്ക് വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. അത് എൻ സുബ്രഹ്മണ്യൻ വിവരാവകാശ നിയമപ്രകാരം PRDയിൽ അപേക്ഷ കൊടുത്ത് ആ ദൃശ്യങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു വി എസ് സുജിത്, താങ്ക് യു സുബ്രഹ്മണ്യൻ. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആ ദൃശ്യങ്ങളിൽ അങ്ങനൊരു ദൃശ്യം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇത് പറഞ്ഞ സമയം തന്നെ ഞാനത് പറഞ്ഞു. അങ്ങനെ ചെവിയിൽ മന്ത്രിക്കുന്നു എന്ന മട്ടിൽ ചില ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ വാസ്തവമായിരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ സുബ്രഹ്മണ്യൻ അത് PRDക്ക് അപേക്ഷ കൊടുത്ത് മുഴുവൻ ചിത്രങ്ങളും എടുത്ത് ഇതിനകത്തതുണ്ടോ എന്നത് പരിശോധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ എന്തായാലും അങ്ങനൊരു ചിത്രം ഇല്ല.